Hey guys, welcome back. അപ്പോൾ guys ഇന്ന് നമ്മൾ നമ്മുടെ കാറിൽ ഒരു ചാർജിംഗ് സോക്കറ്റ് വെക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ guys ഇന്ന് ഞാൻ ഇത് എൻ്റെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. കൂടുതൽ നമ്മുടെ ആൾട്ടോയുടെ ഒക്കെ ബേസ് മോഡലിലാണ് ചാർജിംഗ് സോക്കറ്റ് വരാത്തത്. അപ്പോൾ ആ സോക്കറ്റ് വരുന്നില്ല. പിന്നെ നമ്മൾ ആ സോക്കറ്റ് മേടിച്ച് വെച്ചിട്ട് പിന്നെ ഒരു ചാർജറും വാങ്ങിച്ച് വേണം ഫോണൊക്കെ ചാർജ് ചെയ്യാൻ. ഇതിപ്പോൾ നമ്മൾ സോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോ ആണ് ഇപ്പം ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആണ്. നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. പല ആക്സസറീസ് വണ്ടി വെക്കുന്നതൊക്കെ നമുക്ക് കടയിൽ കൊണ്ടുപോയി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ സാധനം മേടിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറിയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമുക്ക് സോക്കറ്റ് വെക്കാനുള്ള പോർട്ട്. ഇവിടെ ഒരു അടപ്പുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞാണ്. പക്ഷെ അളയരുത്, എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറയാം വീഡിയോയിൽ. അപ്പോൾ ഇവിടെ ഒരു ക്യാപ്പ് പോലെ വരും. അത് ജസ്റ്റ് നമ്മളിങ്ങനെ ഊരുമ്പോൾ ഊരിയെടുക്കാനേ ഉള്ളൂ, അത് വലിയ കാര്യമൊന്നുമില്ല. എന്നിട്ട് ഈ പാനൽ കണ്ടോ, ഈ കാറിൻ്റെ ആൾട്ടോ 800-ലാണ് നമ്മൾ ചെയ്യുന്നത്. ആൾട്ടോ 800-ന്റെ ഇവിടെ പാനലുണ്ട്. ഇവിടെ 2 സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്. അത് നമുക്ക് അഴിക്കാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് അഴിച്ചിട്ട് ഇത് ഊരി എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഗൈസ് ഇതിനുള്ളിൽ സോക്കറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി തന്നെ 2 വയർ വരുന്നുണ്ട്. കണക്ടറൊക്കെ വെച്ചാണ് വരുന്നത്. ഇതിനകത്തുള്ളത് ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും ആണ്. ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. വൈറ്റ് പോസിറ്റീവ് ആയിരിക്കും, ഇതിൽ ബ്ലാക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഏത് കാറിലാണെങ്കിലും ബ്ലാക്ക് നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ബോഡിയിലേക്ക് കൊടുത്താൽ മതി, അതായിരിക്കും നെഗറ്റീവ്. അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ചാർജിങ് സോക്കറ്റ്. ഇത് നമ്മുടെ നാട്ടിൽ നിന്നൊരു സ്പെയർ പാർട്ട്. പിന്നെ നമ്മൾ ഇതുപോലത്തെ 4 കണക്ടർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ വയർ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഈ പാനൽ അഴിക്കാൻ വേണ്ടിയുള്ള 2 സ്ക്രൂ നമ്മൾ അഴിച്ചെടുക്കുവാണേ. ഇങ്ങനെ അടുത്തത് അഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. അങ്ങനെ ഊരിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. കണ്ടോ ഗൈസ്, നമ്മുടെ ഗോപ്രോ അടിയിലേക്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഊരിയ പാനൽ മാറ്റിയിട്ട് അവിടെ ഗോപ്രോ ഇങ്ങോട്ട് വെച്ചാണ് ഈ കാണിക്കുന്നത്. അപ്പം എന്താ ഈ ടോർച്ച് അടിച്ച് കാണിക്കുന്ന ഈ 2 പിന്നാണ് നമ്മുടെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. അതിനധികം നീളമില്ലെന്ന് തോന്നുന്നു. അപ്പം നമ്മളൊരു എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് വയർ വെച്ചിട്ട്. അതിനാണ് നേരത്തെ പിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമെന്ന് അറിയാം, അതിനുവേണ്ടിയാണ് നമ്മൾ ആ പിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ നീളം കുറച്ച് കുറവായതുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും അടിയിലാണ്. അതാണ് നമുക്ക് വീഡിയോ അത് കണക്ട് ചെയ്യുന്നതൊക്കെ എടുക്കാൻ ഭയങ്കര പാട്. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കാണിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ എന്താ നമുക്ക് ചെയ്യാൻ സൗകര്യത്തിൽ നമ്മൾ വെളിയിലോട്ട് വയറിട്ടിട്ടുണ്ട്. സോക്കറ്റിൻ്റെ കൂടെ കിട്ടിയ കണക്ടറാണ് ഇത്. ഇത് ഇനി നമ്മുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാനാണ്. അത് ഇതിൻ്റെ ബാക്കിൽ നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ നെഗറ്റീവ് ഇതാ ഇതിലോട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മുടെ ഡയറക്റ്റ് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത വയർ കണക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെച്ച് ചെയ്യാനൊക്കത്തില്ല, നമുക്കിത് അകത്തൂടെ വേണം ചെയ്യാൻ. ഇത് അകത്തിട്ടിട്ട് അകത്തൂടെ വേണം ചെയ്യാൻ. ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് വേണം ഇത്, എന്നിട്ട് ടൈറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് അകത്തോട്ടുണ്ട് ഇതാ ഇങ്ങനെ വെളിയിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ കൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണ് ടൈറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിലൂടെ നമ്മൾ ഒരു ഇൻസുലേഷൻ വെക്കണം. നമ്മൾ എവിടെയൊക്കെ കണക്ട് ചെയ്യുന്ന അവിടെ എല്ലാം ഇൻസുലേഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. ചെയ്യാതിരുന്ന ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകാനൊക്കെ കാരണം ഉണ്ടാകും. ഗൈസ് നമ്മൾ ഇത് വെച്ചാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ സി ടൈപ്പ് ഒന്നും വരുന്നില്ല, ഇത്രയൊക്കെ വരുന്നുണ്ട്, പണ്ടത്തെ മോഡലാണ്. അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്ത് നോക്കാം നമ്മുടെ പോർട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. ഇതിനുള്ളിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് കാണാം എന്താ ഒരു ബ്ലൂ ലൈറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ പോർട്ടിലോട്ട് കറണ്ടും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്, വർക്കിംഗ് ആണ്. അഥവാ നിങ്ങളുടെ ഇതിന് വന്നില്ലെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ക്യാബിന്റെ അടിയിൽ ഒരു ഫ്യൂസ് കാണും, ഫ്യൂസ് പോയതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വർക്കിംഗ് ആയിരിക്കും. ഫോണും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസ് ഫോളോ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മൾ കുറേ വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ഇറ്റ്സ് മീ നിതിൻ. മിലൻ ഇപ്പോൾ ഉണ്ടായിരുന്നു, വീട്ടിൽ പോയി ബൈ.